അപ്പോൾ ഹേ ഗൈസ്, അപ്പോൾ ഹേ ഗൈസ്, എൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഓക്കെ, ഞാൻ ഇപ്പോൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ് റോബ്ലോക്സ്. കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കണം, റോബ്ലോക്സ് നെറ്റ് ഞാൻ കളിക്കാൻ പോകുന്ന ഗെയിമാണ്. നിങ്ങൾക്കൂടെ മുമ്പേ നോക്കിയാൽ കാണാം. യെസ് ഗൈസ്, അഫ്കോഴ്സ് നമ്മളിന്ന് കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേര് ഞാൻ നോക്കി. ബിൽഡ് വാട്ടർ സ്ലൈഡ്. അതല്ല ഇപ്പം നമ്മൾ കണ്ടതിൻ്റെ വാട്ടർ സ്ലൈഡിലും കയറി പോകുന്നില്ല. ഇതേപോലെ നമുക്കും ഉണ്ടാക്കണമല്ലോ, അതാണ് ഈ ഗെയിം. ഓക്കെ, ഇതിപ്പോൾ നല്ല സുഖമാണ് കേട്ടോ. പോളി കളിച്ച് നമ്മളിങ്ങനെ പൈസ കളക്ട് ചെയ്യും. എന്നിട്ട് ഇതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടായിട്ട് നമ്മൾ വീണ്ടും ഇത് വാങ്ങും, ഉണ്ടാക്കും, പൈസ ഉണ്ടാക്കും. അതായത് പൈസ ഇന്ന് വരും, നാളെ പോകും. അങ്ങനത്തെ ഒരു കളിയാണ് ബേസിക്കലി. ഓക്കെ, ഇതെന്തൊരു നമ്മൾ വായിക്കടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഇതേപോലെ നമ്മളിങ്ങനെ പോയത് കുറേ പച്ച കളർ വരുന്നുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് കണ്ടവൻ്റെ സൈഡല്ല, ഇത് നമുക്ക് എങ്ങനെയാണ് പൈസ കിട്ടുന്നത്. കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മളിതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഓരോ സ്ലൈഡിൽ പോകുന്നതിനനുസരിച്ച് 1 രൂപ വെച്ച് നമുക്ക് കയറും. അല്ല, ഇത് പെർ സെക്കൻഡ് എത്ര രൂപയാണ് ഉണ്ടാക്കുന്നത്, ആ പൈസ നമുക്ക് ഒരു സ്ലൈഡിൽ നിന്ന് ഒറ്റൊരിത് കിട്ടും. പക്ഷേ നമ്മളിത് കയറുന്നതിനനുസരിച്ച് ഇത് ഉണ്ടാക്കിയതിന് നമ്മളെക്കാൾ ഇരട്ടി നമ്മൾ കയറിയാലും പൈസ കിട്ടും. ആണ് ഗൈസ്, ആണ് ഈ ഗെയിം. ഓക്കെ, അപ്പോൾ കൂടുതൽ പറഞ്ഞ് ലാഗ് എടുപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ വാട്ടർ സ്ലൈഡ്. നമ്മൾ പാപ്പരയാണ്. നമ്മുടെ കയ്യിലൊരു മാങ്ങാത്തൊലിയില്ല. നേരത്തെ ഇൻട്രോ എടുക്കാൻ വേണ്ടി മാത്രം നമ്മളെ കണ്ടവരുടെ സ്ലൈഡിൽ വലിയ കയറിയത്. നമ്മുടെ കയ്യിൽ സ്വന്തം എന്ന് പറയാനായിട്ട് ഒരു സൈഡും ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് വാങ്ങാം. നേരത്തെ അവൻ്റെ ഏതൊരുത്തന്നെ സൈഡിൽ നമ്മൾ കയറിയില്ല. അപ്പോൾ കിട്ടിയ കുറച്ച് പൈസ ഉണ്ട് ഗൈസ്. ആ ചിക്കിൽ വെച്ച് നമ്മളിപ്പോൾ കുറച്ച് സ്ലൈഡ് വാങ്ങുകയാണ്. ഓക്കെ, ഏതൊക്കെയോ സ്ലൈഡ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയോ സ്പെഷ്യാലിറ്റിക്കുള്ള കുറേ സ്ലൈഡുകളും ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് ബിൽഡ് ചെയ്യാം. അതിന് നമുക്ക് ഇവിടുന്ന് 2 സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു ഇത് നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, ഇത് കുറച്ച് വളഞ്ഞ് വീണ്ടും ഒരു സ്ട്രൈറ്റ്. ഓക്കെ, അങ്ങനെ നമ്മൾ ലൂപ്പ് പോലെ സെറ്റ് ചെയ്യാൻ പോകും. എന്താ പറ്റൂലേ? ഞാൻ ഫിക്സ് ചെയ്യാൻ നോക്കിയപ്പോൾ പറ്റിയില്ല. എനിക്ക് തോന്നുന്നത് അവിടേക്കും പോകണമെന്നാണ്. ഓക്കെ, ഇങ്ങോട്ടും അങ്ങോട്ടും പറ്റൂല. ഒരു പറയുന്നത് ഏതോ ബോർഡറൊക്കെ ടച്ച് ആവേണ്ടതാണ്. ഓക്കെ ഗൈസ്, ഇതിന് നമ്മൾ സക്സസ്ഫുള്ളി പൊട്ടിയിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് ഇതിൽ കൂടെ ഐക്കൂടെ കൊടുക്കാൻ പറ്റൂല. ഞാൻ ഇതെങ്ങനെയൊക്കെ ഒന്ന് വെച്ചിട്ട് പറയുന്നു. അപ്പോൾ ഗൈസ്, ഇത് ഇങ്ങനെ വെക്കാൻ പറ്റത്തുള്ളൂ. കാരണം നമുക്ക് ഇനിയും നമ്മുടെ വാട്ടർ സ്ലൈഡ്സ് വാങ്ങണം. എന്നാലേ ഇത് കുറച്ച് പാടെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഇതിരിയാറ്റത്ത് കൂടെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അങ്ങനെ നമുക്കിത് ലൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ നമുക്ക് പറ്റത്തില്ല. ഓക്കെ, നമുക്ക് ഇല്ലോ കൊണ്ട് ഓണം പോലെ അവിടെ പോയേക്കാം. ചേരാൻ വിചാരിച്ചൈക്ക് പോയി പോകും. പറ്റില്ല ഗൈസ്, നമ്മൾ അടിയിൽ വെച്ച് പോകാം. ഇവന്മാരെല്ലാം മുൻകൂട്ടി കണ്ടിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഗെയിം. ഓക്കെ, ഇപ്പം നമുക്ക് 3 സ്ലൈഡ് അവൈലബിൾ ആയിട്ടുള്ളൂ. ഒന്ന് ജമ്പ് സ്ലൈഡ്, ഒന്ന് ടേൺ സ്ലൈഡ്, ഒന്ന് സ്ട്രൈറ്റ് സ്ലൈഡ്. ഓക്കെ, ഞാൻ കുറച്ച് ജമ്പ് സ്ലൈഡും കൂടി വാങ്ങണം എനിക്ക്. ഇതിൻ്റെ മുന്നേ നമുക്ക് ഓക്കെ നമ്മളങ്ങനെ കുറച്ച് ജമ്പ് സ്ലൈഡൊക്കെ വാങ്ങിയിട്ടുണ്ട്. നമുക്ക് അതും കൂടി ഒന്ന് വെച്ച് ഇതിൻ്റെ ലെങ്ത്ത് ഒന്നും കൂടി ഒന്ന് കൂട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്കിത് ഇങ്ങോട്ട് കൊണ്ടുപോയി വളച്ച് ഒടിച്ച് ഇത് അങ്ങോട്ടല്ലെങ്കിൽ നമുക്കൊരു ജമ്പ് സ്ലൈഡ് നമുക്കൊക്കെ ഇതിൻ്റെ ബോർഡ് ടച്ച് ചെയ്യുമ്പോഴാണ് അവന്മാർ പറയണത്.
എന്തോന്നിത് നമ്മൾക്ക് കഷ്ടപ്പെട്ട് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും പറ്റുന്നില്ല. ഞാനെന്തായാലും ഇത് എങ്ങനെയൊക്കെ വെക്കാൻ പറ്റാൻ നോക്കിയാകട്ടെ. ഈ ഹിപ്പോപ്പൊട്ടാമസിനുണ്ടായ വാട്ടർ സ്ലൈഡ് നമുക്ക് അവിടെ വെക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പം നമ്മൾ വീണ്ടും കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോയി. പക്ഷെ പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മളവിടെ ഇറക്കി വിട്ട്. ഓക്കെ, അതിന് നമ്മൾ പൈസ ഉണ്ടാക്കുകയാണ്. ഓക്കെ, അപ്പം പിന്നീട് എന്താണ് ഉണ്ടായത് നിങ്ങൾ കണ്ടോളൂ. അയ്യോ അമ്മീ, നമ്മളവിടുന്ന് കുഞ്ഞാടി. അപ്പം എനിക്ക് പൈസ ഉണ്ടോ? എനിക്ക് കാണാം. അയ്യോ മോനി സോറി, നമ്മുടെ ഇവിടുത്തെ സ്റ്റോക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, മോൻ ദയവായി ഒന്ന് ശ്രമിക്കണം. ഓക്കെ, നമ്മുടെ ഇവിടുത്തെ സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം മക്കൾ തിരിച്ചു പോയിക്കും. എന്തുകൊണ്ടാണ് താനീ പറയുന്നത്? കഷ്ടപ്പെട്ട് ഇവിടെ വന്ന് നോക്കുമ്പോൾ സ്റ്റോക്ക് കഴിഞ്ഞിട്ടതാണ്. അതിൻ്റെ വളർത്തേടെ തളർത്തുന്നവർക്കല്ലാണ്ട് നമ്മളെ വന്ന് വന്നപ്പോഴേക്കും ഇവിടുത്തെ സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ചമ്മി. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും വെള്ളം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. ഓക്കെ, നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്കൊക്കെ ഒരു കണക്ഷൻ കൊടുത്തു. ഓക്കെ, അത് നമ്മൾ വിചാരിച്ച പോലെ ഒരു ലൂപ്പായെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കപ്പോൾ ഒന്ന് പോയി വെക്കാം. ഓക്കെ 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 ഓക്കെ, നമ്മളിതിൽ ഇങ്ങനെ വന്ന് ഇവിടെ എത്തുമ്പോൾ നിൽക്കുക. ഇല്ല നിന്നു. അത്രയേ ഉള്ളൂ. ശ്രമിച്ച വിജയം നമുക്ക് സോറി അതല്ല. അപ്പം നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് എന്തും കിട്ടും എന്നിപ്പോൾ മനസ്സിലായി. ശ്രമിക്കാൻ നമ്മളൊരു 100,000 കുറുക്കുവൈ നേരത്തെ തന്നെ ഉപയോഗിച്ചു. അപ്പം നമുക്ക് മറ്റൊരു കാര്യം കൂടി മനസ്സിലായി, നമുക്ക് കഴിവില്ല. ഇപ്പം നമുക്ക് കുറച്ച് കഴിവൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്കിനി ഇതേപോലെ കുറച്ച് നേരം ലൂപ്പ് ചെയ്തൊന്ന് പോയി വെക്കാം. ഞാൻ കുറേ നേരം ലൂപ്പ് ചെയ്ത് പോയി പൈസ ഒക്കെ കിട്ടി. പക്ഷെ ഇപ്പോഴാണ് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണേ, നമുക്ക് റീബർത്ത് ചെയ്യണം. ഓക്കെ, അത് എങ്ങനെയാണ് ഇപ്പം ചെയ്യുക? അതിൻ്റെ എവിടെയാണ് നിൽക്കാമെന്നാണ് എനിക്കിപ്പോൾ അറിയാത്തത്. ഇവിടെ റീബർത്ത് ചെയ്യാനൊക്കെ ഉണ്ട്, പക്ഷേ ഇതെവിടെയും കാണുന്നില്ല എവിടെയാണ് വെക്കേണ്ടത്. ഓക്കെ, നമുക്ക് എനിക്ക് തോന്നുന്നത് നമ്മളോട് കുറച്ചുകൂടി സ്ലൈഡൊക്കെ വെക്കാൻ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് നമുക്ക് കുറച്ചുകൂടി സ്ലൈഡും ഇതൊക്കെ ഇതിലേക്ക് വെക്കേണ്ടി വരുന്നതാണ്. അപ്പോൾ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി കുറച്ചൊക്കെ ബിൽഡ് ചെയ്യാം. നമ്മളതിലൊരു ഇതൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, കുറേ എക്സ്ട്രാ സ്ലൈഡ്സൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അല്ലാത്ത കുറേ സ്ലൈഡ്സൊക്കെ നമുക്ക് കിട്ടി. എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, എന്നോട് ചോദിക്കണം. എന്താ ഇവിടെ വെക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഓക്കെ, നമുക്ക് ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ നിന്ന് വെക്കാൻ പറ്റുന്നില്ല കേട്ടോ. നമുക്ക് ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുപോയി വെക്കാം. ഓക്കെ, നമുക്ക് ഇവിടുന്ന് ഒരു വള വന്നിട്ട് കൊടുക്കാം. ഓക്കെ, ഇനി ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഞാനിത് ഫുള്ളൊന്നും ബിൽഡ് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കും. ഓക്കെ, അങ്ങനെ നമ്മൾ ഫുള്ള് ബിൽഡ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്നും കൂടെ ഈ റീബർത്തിൻ്റെ സാധനം എടുത്ത് നോക്കാം. അതിലെവിടെ ഞെക്കിയിട്ടൊന്നും ഇത് റീബർത്ത് ആവില്ല. എവിടെയാണ് റീബർത്ത് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. ഓക്കെ, എന്താണ് ഇപ്പം ചെയ്യേണ്ടത് ആണിപ്പോൾ എനിക്കറിയാത്തത്. നമ്മുടെ കയ്യിൽ കാശില്ല സംഭവം, അതാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് കാശ് ഉണ്ടാക്കി നോക്കാം. നമുക്ക് 4.5K വേണം. നമ്മുടെ കയ്യിൽ ഇപ്പോൾ 4.4K ആയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് കാശ് ഉണ്ടാക്കി നോക്കാം. നമുക്ക് ഒരു വീട് പോയാൽ തന്നെ അത്യാവശ്യം കാശാവും. അപ്പോൾ കാശ് ഉണ്ടാക്കിയിട്ട് നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ ഗെയിമിലിത് റീബർത്ത് ചെയ്തു. അത് മാത്രമല്ല, ഞാൻ നമ്മുടെ വാട്ടർ സൈഡ് കുറേ അപ്ഗ്രേഡൊക്കെ ചെയ്തു. കുറേ എക്സ്ട്രാ ഐറ്റംസൊക്കെ കൊണ്ടു, എക്സ്ട്രാ ഐറ്റംസ് വാങ്ങി. അങ്ങനെ കുറേ സെറ്റപ്പും ആയി.
ഓക്കെ, അപ്പോൾ ഇപ്പം തന്നെ വീഡിയോയുടെ ലെങ്ത്ത് കുറേയൊക്കെ അയക്കും. പക്ഷെ നിങ്ങൾക്കത് വല്ല 10 മിനിറ്റൊക്കെ ആയിട്ട് തോന്നത്തുള്ളായിരിക്കും. കാരണം ഞാൻ കുറേ വെട്ടി ചുരുക്കിയൊക്കെ ഇതാക്കിയിട്ടുണ്ട്. വീഡിയോൻ്റെ ലെങ്ത്ത് ഞാൻ എടുത്തു വരുമ്പോൾ 30 മിനിറ്റ് അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്കത് 10 മിനിറ്റിൻ്റെ വീഡിയോ ഒക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി എന്നാണ് തോന്നുന്നത്. ഓക്കെ, ആയിട്ടുണ്ട്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും ഞാനിപ്പോൾ കുറേ അപ്ഗ്രേഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വീഡിയോ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഔട്ട്രോയിലേക്ക് വരാം. ഓക്കെ, ഞാൻ ഔട്ട്രോ ചെയ്യാൻ വേണ്ടി നമ്മുടെ സ്ലൈഡിൽ കയറി റഡാർ റിവ്യൂവിലൊക്കെയാണ് ഔട്ട്രോ ചെയ്യാൻ പോകുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ കുരിപ്പുകൾക്കും എല്ലാ മച്ചന്മാർക്കും വേണ്ടി ഞാൻ പറയാണ് താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.